ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കർക്കിടകം ഒന്നല്ലേ. അപ്പം രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് ഞാനും അമ്മേന്റെ റെഡിയായിട്ട് നിൽക്കാട്ടോ. അതുമാത്രമല്ല, ഇന്ന് നമ്മുടെ ഏവൂർ വള്ളംകളിയാണ്. വലിയ മത്സരമായിട്ടൊന്നും ഉള്ളതല്ല, ഒരു ചടങ്ങ് മാത്രമാണ്. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ദിനം ഓർമ്മിക്കുന്നതിന് ചെയ്യുന്ന ഒരു ചടങ്ങ് മാത്രമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാനും അമ്മ അമ്പലത്തിന് മുമ്പിലെത്തിയപ്പോഴാണ് ഇവരീ പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ പിന്നാലെ ഓടി വള്ളത്തിൽ കയറുന്ന കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിതുവരെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഇപ്പം ഈ പോകുന്നത് പത്തിയൂര് അമ്പലത്തിലേക്കാ. അപ്പം ദേ വേറൊരു വള്ളം അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. ഞാൻ വിചാരിച്ചു ഇവര് നേരത്തെ പോയി വള്ളംകളിയൊക്കെ നടത്തിയിട്ട് വന്നോന്ന്. ഈ വള്ളങ്ങൾ പത്തിയൂര് ക്ഷേത്രത്തിൽ പോയിട്ട് 10-11 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. 10-17 വർഷം കൊണ്ട് ഏവൂര് താമസിച്ചിട്ട് ഇതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് അറിഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? വള്ളം പോകുന്ന കണ്ടിട്ട് നേരെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ തൊഴുതെല്ലാം കഴിഞ്ഞ് അപ്പം ദേ അവിടെ വേറെയും വള്ളക്കാർ വന്ന് ആർപ്പുവിളിയൊക്കെ കേട്ട് അകത്ത് തൊഴുത് വെളിയിലിറങ്ങിയപ്പോൾ ദേ പിന്നെയും വള്ളക്കാർ. അത് കഴിഞ്ഞ് പിന്നെ വള്ളസദ്യ ഉണ്ണാൻ പോയി. വാഴപ്പള്ളി അമ്പലത്തിന് മുൻവശത്തായിരുന്നു വള്ളസദ്യ ഉണ്ടായിരുന്നത്. ഏവൂർ അമ്പലത്തിലും വാഴപ്പള്ളി അമ്പലത്തിലും പിന്നെ ഈ വള്ളംകളി നടക്കുന്ന ഭാഗത്തും വള്ളസദ്യ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങളൊക്കെ ഒത്തിരി നേരം നിന്ന് അവസാനം സ്വപ്നാമ്മയ്ക്കൊരു സീറ്റ് കിട്ടിയിട്ട് ആ ഇലക്കകത്തുനിന്ന് ഞാനും അമ്മയും സ്വപ്നാമ്മയും കൂടെ കഴിച്ചത്. അത്രയും തിരക്കായിരുന്നു. എൻ്റെ ഒത്തിരി വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വള്ളസദ്യ കഴിക്കണമെന്ന്. പക്ഷെ എൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ വള്ളസദ്യ ഇതാണ്. കാരണം എനിക്ക് ഭയങ്കര തിരക്കാ. നമ്മുടെ ആഗ്രഹത്തിന് ഇതിൽ നിന്ന് എടുത്ത് കഴിച്ചു. അവിടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും വള്ളസദ്യ ഒരേ ഇലയിൽ നിന്ന് 3 പേര് കഴിച്ചിട്ടുള്ളത്. അങ്ങനെ വള്ളസദ്യയൊക്കെ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിച്ചു തീർത്തിട്ട് പിന്നെ വള്ളംകളി കാണാൻ പോയുള്ള നിപ്പായിരുന്നു. വള്ളംകളി കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം നിന്ന് കാല് വേദനിച്ച് അവസാനം ഒരു പരുവായപ്പോഴത്തേക്ക് വള്ളങ്ങളൊക്കെ കുറേശ്ശെ വന്നു തുടങ്ങി. ഞാൻ നിന്നതെല്ലാം വടക്കേക്കരയുടെ പുതിയ വള്ളം കാണാനായിരുന്നു. പക്ഷെ തോട്ടിൽ വെള്ളമില്ല എന്നുള്ള കാരണം കൊണ്ട് വള്ളം വേറെ വഴിയാണ് പോയത്. അങ്ങനെ അത് കാണാൻ പറ്റിയില്ല. ഞാൻ ആഗ്രഹിച്ച വള്ളം ദാ പോന്നു. പിന്നെ ഓരോ വള്ളങ്ങളായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സ്വപ്നാമ്മയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് സ്വപ്നാമ്മ പറയാൻ തുടങ്ങി. ഈ തവണ ഒരുപാട് ലേറ്റായിട്ട് വള്ളമൊക്കെ വന്നത്. കഴിഞ്ഞ വർഷത്തെ വള്ളംകളി എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ തവണ എന്തായാലും കാണണമെന്ന് വിചാരിച്ചതാ. പക്ഷെ കുറച്ച് താമസിച്ചു പോയി. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് വള്ളം അങ്ങോട്ട് പോയായിരുന്നു. പിന്നെ തിരിച്ചു വരുന്നത് കണ്ടേ അടങ്ങുന്നുള്ളൊരു വാശി. പിന്നെ നമ്മൾ വാശിയുടെ കാര്യത്തിൽ ഒട്ടും പുറയിലോട്ടല്ലല്ലോ. അങ്ങനെ വള്ളംകളിയെല്ലാം കഴിഞ്ഞ് അമ്മയെ വീട്ടിലും കൊണ്ടുവിട്ടിട്ട് ഞാൻ സ്വപ്നാമയും തിരിച്ച് കായംകുളത്തോട്ട് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.